ഈ തെരഞ്ഞെടുപ്പിൽ CPM എന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന മണ്ഡലമാണ് പാർട്ടി ഗ്രാമമായ പയ്യന്നൂർ. പക്ഷേ മൃഗീയ ഭൂരിപക്ഷവും അതുപോലെ തെരഞ്ഞെടുപ്പ് ദിവസം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കള്ളവോട്ടുകളടക്കം ചെയ്ത് വിജയിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന CPM എന്ത് തോന്നിയാസം കാണിച്ചിട്ടാണെങ്കിലും പയ്യന്നൂരിൽ ജയിക്കാൻ നോക്കുക തന്നെ ചെയ്യും. കള്ളവോട്ട് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത പാർട്ടി ഗ്രാമങ്ങളാണ് പയ്യന്നൂർ മണ്ഡലത്തിലേറെയുമുള്ളത്. എങ്കിലും ഈ നിമിഷം വരെ പയ്യന്നൂരിലെ CPM നേതൃത്വം കള്ളന്മാരുടെ ലിസ്റ്റിൽ പെട്ടുകഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് പുറത്തുവിട്ട ചില രേഖകൾ സൂചിപ്പിക്കുന്നത്. അതായത് CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുണ്ടായ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ കുഞ്ഞികൃഷ്ണനാണ് രേഖകളെല്ലാം പുറത്തുവിട്ടത്. രക്തസാക്ഷി ധനരാജിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ നേതാക്കൾ സ്വന്തം പേരിൽ സ്ഥിര നിക്ഷേപം നടത്തിയതിൻ്റെ ബാങ്ക് രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ രേഖകൾ CPMൻ്റെ മുൻവാദങ്ങളെയെല്ലാം പൊളിച്ചെടുക്കുന്നതാണ്. ധനരാജിൻ്റെ കുടുംബത്തിന് സഹായമായി കൊടുക്കേണ്ടിയിരുന്ന ആ സഹായ നിധിയിൽ നിന്ന് 40 ലക്ഷം രൂപ മുതിർന്ന നേതാക്കളായ ഇന്നത്തെ MLA TI മധുസൂദനൻ്റെയും KP മധുവിൻ്റെയും പേരിലേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി മാറ്റിയെന്നാണ് ഈ ബാങ്ക് രേഖകളിൽ നിന്നും പ്രധാനമായും വ്യക്തമായിരിക്കുന്നത്. അതിനർത്ഥം രക്തസാക്ഷി ഫണ്ട് ആദ്യമായി മുക്കുന്നത് പയ്യന്നൂരിലെ MLAയും ഇന്നത്തെ സ്ഥാനാർത്ഥിയുമായ മധുസൂദനനും അതുപോലെ ഏരിയ സെക്രട്ടറിയും കൂടിയാണ് എന്നുള്ളതാണ്. 2016 നവംബർ 3-നാണ് ഈ തുക പയ്യന്നൂർ റെയിൽവേ ഗേറ്റ് ബ്രാഞ്ചിൽ നേതാക്കളുടെ പേരിൽ നിക്ഷേപിച്ചത്. യഥാർത്ഥ തട്ടിപ്പ് അല്ലെങ്കിൽ മോഷണമായിരുന്നു ഇത് എന്ന് കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. അങ്ങനെ 2018 വരെ 2 വർഷക്കാലം ഈ ഭീമമായ തുക അത് നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടിൽ തന്നെ കിടന്നു. പക്ഷേ പാർട്ടിയിലെ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ ഇതറിഞ്ഞു. ഫണ്ട് തട്ടിപ്പ് പാർട്ടിയിൽ വലിയ തർക്കമായതോടെ ആ 40 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചു. എങ്കിലും ആ 2 വർഷത്തെ പലിശ അത് നേതാക്കൾ സ്വന്തമായി എടുത്ത് പോക്കറ്റിലിട്ടു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. അതായത് തട്ടിച്ചെടുത്ത 40 ലക്ഷം രൂപയെക്കുറിച്ച് ആരെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അക്കൗണ്ടിലേക്ക് മാറ്റി അവിടെ കുറച്ചു കാലം തന്നെ വച്ചത്. പരാതിയില്ല എങ്കിൽ പിൻവലിച്ച് തട്ടാനായിരുന്നു നീക്കമെന്നാണ് പറയുന്നത്. അന്ന് തന്നെ പാർട്ടി പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് ഇത് ഒഴിവാക്കിയെങ്കിലും പിന്നീട് വീണ്ടും മോഷ്ടിച്ചു എന്നും ഈ രേഖകളിൽ പറയുന്നു. പയ്യന്നൂരിൽ MLA ഉൾപ്പെടെയുള്ളവർ നടത്തിയത് വലിയ മോഷണം എന്നതിനപ്പുറം രക്തസാക്ഷിയെ വഞ്ചിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് 2016 ഓഗസ്റ്റ് 16-നാണ് ധനരാജിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നിധി രൂപീകരിച്ചത്. വെറും 2 മാസത്തിനുള്ളിൽ തന്നെ ആ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് 63 ലക്ഷത്തിലധികം രൂപ അക്കൗണ്ടിലെത്തി. ഇതിൽ നിന്നാണ് 40 ലക്ഷം രൂപ നേതാക്കൾ വകമാറ്റിയത്. കൂടാതെ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറി തന്നെ സ്വന്തം പേരിലാക്കിയെന്നും ഇത് ഭവന നിർമ്മാണത്തിന് ചെലവഴിച്ചു എന്ന് പറഞ്ഞ് കള്ളരേഖയുണ്ടാക്കിയെന്നും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടിയുടെ പ്രിയപ്പെട്ട രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം പച്ചയ്ക്ക് മോഷ്ടിച്ച ആളാണ് ഇന്ന് പയ്യന്നൂരിലെ MLA എന്നും ഇനി MLA സ്ഥാനാർത്ഥിയാകുന്നത് എന്നും തെളിഞ്ഞു വരുമ്പോഴാണ് അവിടെ പാർട്ടിയിൽ തന്നെ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ വലിയൊരു ക്രമക്കേട് നടത്തിയെന്ന് തെളിവ് സഹിതം നൽകിയിട്ടും കള്ളം കണ്ടുപിടിച്ചവനെ പുറത്താക്കിയ പാർട്ടി കള്ളനെ തന്നെ വീണ്ടും MLA സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വേദന. അതാണ് ഇന്നത്തെ CPM. അവരെ തിരുത്താനോ രക്ഷിക്കാനോ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ പയ്യന്നൂരിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. മാത്രമല്ല സംസ്ഥാനത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും ഇത്തരം രാഷ്ട്രീയം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പയ്യന്നൂർ തന്നെയാണ് ഇത്തവണ. പയ്യന്നൂരും അവിടുത്തെ MLAയുടെ ഇത്തരം ക്രമക്കേടും കേരളം മുഴുവൻ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ വെളിപ്പെടുത്തലിൽ നിന്നും വ്യക്തമാകുന്നത്.